താലി ഭാഗം 1. മുന്നിൽ നിൽക്കുന്ന തൻ്റെ മകനെ കൈനീട്ടി അടിക്കുമ്പോൾ ആ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അയാൾക്കരികിൽ നിന്ന അമ്മ ജയന്തി കണ്ണീരോടെ സാരിത്തലപ്പിനാൽ വായ മൂടി നിന്നു. അച്ഛനിനി എന്നെ എത്ര അടിച്ചാലും ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവാൻ പോകുന്നില്ല. അഞ്ജുവിനെ ഇനി എനിക്കെൻ്റെ ഭാര്യയായി കാണാനാവില്ല. ആ മുറിയിലെ തന്നെ ഒരു മൂലയിൽ കണ്ണുനീരോടെ അവനെ നോക്കി നിൽക്കുന്നവളെ നോക്കി വീണ്ടും ഉറപ്പോടെ അവൻ പറഞ്ഞപ്പോൾ സുധാകരൻ മാഷിൻ്റെ കൈകൾ ഒന്നുകൂടെ അവൻ്റെ കവിളിൽ പതിഞ്ഞു. അഞ്ജുമോളെ നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ നീ ഇവിടം വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്തിനായിരുന്നു ആദർശ്? പറ, എനിക്കറിയണം. അവന് നേരെ വല്ലാത്തൊരു ദേഷ്യത്തിൽ അതിനേക്കാളേറെ വെറുപ്പിൽ അയാൾ ചോദിക്കുമ്പോൾ ഒരു നിമിഷം മൗനമായി നിന്നിരുന്ന അവൻ പിന്നെ വേഗം തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരുമാത്രം ഒന്നും മിണ്ടാതെയുള്ള അവൻ്റെ പോക്ക് കണ്ട വീട്ടുകാരൊക്കെ അന്താളിപ്പോടെ നിന്നുപോയി. എങ്കിലും കുറച്ചു നേരത്തിനു ശേഷം വേറൊരു പെൺകുട്ടിയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചു കൊണ്ടുവരുന്ന ആദർശിനെ കണ്ട എല്ലാവരും ഞെട്ടലോടെ നിന്നുപോയി. അവരെ നോക്കി നിന്ന അഞ്ജുവിൻ്റെ കൈകൾ ഉടുത്തിരുന്ന സാരിയിൽ മുറുകി. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുഖത്തെ യാതൊരു കുറ്റബോധവും കൂടാതെ അവൻ സുധാകരൻ മാഷിൻ്റെയും ഭാര്യ ജയന്തിയുടെയും മുന്നിൽ ചെന്ന് നിന്നു. അച്ഛന് കാരണമാണ് അറിയേണ്ടതെങ്കിൽ ഇതാണ്. ഇവൾ ഡയാന. ഡൽഹിയിൽ എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ വെച്ചുള്ള പരിചയമാണ് ഞങ്ങളുടേത്. ഇന്നിവൾ എൻ്റെ ഫ്രണ്ട് എന്നതിലുപരി എൻ്റെ ഭാര്യ കൂടെയാണ്. ഒരാഴ്ച മുമ്പായിരുന്നു ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ്. അവൻ പറഞ്ഞു നിർത്തിയതും സുധാകരൻ മാഷ് തളർച്ചയോടെ പിറകിലെ ചെയറിലിരുന്നു പോയി. ജയന്തി ആണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന മകനെയും അവൻ്റെ കയ്യിൽ അഹങ്കാരത്തോടെ ചുറ്റിപ്പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടിയെയും നോക്കി തറഞ്ഞു നിൽപ്പാണ്. അതെ, കുറച്ചു നേരമായി ഞങ്ങൾ നിങ്ങളുടെ ഡ്രാമ കണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി എന്താണ് തീരുമാനം എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അത്രയും നേരം ഒന്നും മിണ്ടാതെ ഒരു വശത്ത് നിന്നിരുന്ന സൗദാമിനി, അഞ്ജുവിൻ്റെ വല്യമ്മ, അവർക്ക് മുന്നിലേക്ക് വന്ന് ദേഷ്യത്തിൽ ചോദിച്ചു. അപ്പോൾ അവരുടെ ചോദ്യം കേട്ട് തലകുനിച്ചിരിക്കുകയായിരുന്ന സുധാകരൻ മാഷും ജയന്തിയും മുഖമുയർത്തി നോക്കിയത് തന്നെ കണ്ണിൽ വെള്ളം നിറച്ചു നിൽക്കുന്ന അഞ്ജുവിൻ്റെ മുഖത്തേക്കായിരുന്നു. നിഷ്കളങ്കതയുള്ള മുഖത്തോടെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ അവർ ഇരുവരും വല്ലാത്തൊരു ഹൃദയവേദനയോടെയായിരുന്നു നോക്കിയത്. ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അവളെ ആദർശ് വിവാഹം കഴിക്കുന്നതും മകളായി തങ്ങൾക്കരികിൽ എത്തുന്നതുമൊക്കെ. എല്ലാത്തിനുമുപരി ജീവൻ പൊലിഞ്ഞ തൻ്റെ പ്രിയ സുഹൃത്ത് വിനയൻ്റെയും മായയുടെയും കൂടെയുള്ള ആഗ്രഹമായിരുന്നു കുട്ടികൾ തമ്മിലുള്ള വിവാഹം. പക്ഷേ ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഓരോന്നും ഓർത്തുകൊണ്ടയാൾ പതിയെ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. നിങ്ങളോട് എന്ത് പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ മകൻ എന്ന് പറയുന്ന ഇവനിൽ നിന്ന് തന്നെ ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. സൗദാമിനിക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് അയാൾ പറഞ്ഞപ്പോൾ അവരുടെ ദേഷ്യം ഇരട്ടിക്കുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? നാടൊട്ടാകെ കല്യാണം വിളിച്ചറിയിച്ച് കല്യാണം കഴിച്ച് കൂടെ കൂട്ടി. പിന്നെ ഇപ്പോൾ ഈ ബന്ധം പിരിയുന്നു എന്ന് പറഞ്ഞാൽ ദേ ഈ നിൽക്കുന്നവളെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ? നാശം. എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഒഴിവായി എന്ന് വിചാരിച്ച് മനുഷ്യൻ സമാധാനിച്ചു വരികയായിരുന്നു. തലകുനിച്ചു നിൽക്കുന്ന അഞ്ജുവിനെ നോക്കി ആ സ്ത്രീ വെറുപ്പോടെ പറഞ്ഞപ്പോൾ അപമാനത്താൽ അവളുടെ ഉള്ളം വെന്തു. എല്ലാത്തിനും കാരണക്കാരനായ തന്നെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ആദർശിനോട് അവളുടെ ഉള്ളിൽ അങ്ങേയറ്റം ദേഷ്യവും വെറുപ്പും തോന്നിത്തുടങ്ങി. വേറൊരു പെണ്ണായിരുന്നു ഉള്ളിലെങ്കിൽ ഇന്നലെ വരെ എന്നോട് എന്തിനായിരുന്നു അടുപ്പം കാണിച്ചത്, പ്രതീക്ഷ തന്നത്? തൻ്റെ വീടെന്ന നരകത്തിൽ നിന്നൊരു മോചനം സ്വപ്നം കണ്ട് കഴിയുന്നവൾക്ക് എന്തിനായിരുന്നു ആശ നൽകിയത്? ഉള്ളിലെ നൊമ്പരങ്ങൾ ഒന്ന് ഉറക്കെ വിളിച്ചു പറയാൻ പോലും ആവാതെ അവൾ തളർന്ന് പിറകിലേക്ക് ആഞ്ഞപ്പോൾ അതുവരെയും അവളെ ശ്രദ്ധിച്ചു നിന്നിരുന്ന അമ്മു ഓടിച്ചെന്നവളെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം താങ്ങാനൊരു തോൾ കിട്ടിയെന്ന പോലെ അവൾ അമ്മുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അവൾക്ക് അഞ്ജുവിൻ്റെ അവസ്ഥയിൽ സങ്കടവും തൻ്റെ ഏട്ടനായ ആദർശിനോട് വെറുപ്പുമായി. ശേഷം എന്തോ തീരുമാനിച്ച പോലവൾ ഫോൺ കയ്യിലെടുത്ത് സിദ്ധുവേട്ടൻ എന്ന നമ്പറിൽ ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. പിന്നെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. സൗദാമിനി, ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങളും കണ്ടതല്ലേ? അഞ്ജുമോളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ കല്യാണാലോചനയുമായി വന്നത് തന്നെ. അതും ഇവൻ്റെ സമ്മതത്തോടെ തന്നെ. നല്ല രീതിയിൽ തന്നെ കല്യാണവും നടന്നു. പക്ഷേ ഞങ്ങളുടെ മകൻ തന്നെ ഞങ്ങളെ ചതിച്ചു. ഈ അവസരത്തിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കാനല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും? അഞ്ജുവിനെ പറ്റി പറഞ്ഞത് കേട്ട് ഉള്ളിൽ സൗദാമിനിയോട് ദേഷ്യമുണ്ട് എങ്കിലും
തങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് ജയന്തി അങ്ങേയറ്റം താണു പറഞ്ഞപ്പോൾ സൗദാമിനി ഒന്നടങ്ങി. എന്തായാലും നടന്നത് നടന്നു. നിങ്ങളുടെ വീട്ടിൽ ജീവിക്കാനുള്ള ഭാഗ്യം ഇവൾക്കില്ലെന്ന് കരുതിയാൽ മതി. പക്ഷെ ഇങ്ങനെയൊക്കെ ആയി എന്ന് വെച്ച് ഇനിയും ഇവളെ എൻ്റെ വീട്ടിൽ കയറ്റാൻ എനിക്കാവില്ല. എനിക്കുമുണ്ട് കെട്ടിക്കാനുള്ളൊരു മോള്. ഇവളിങ്ങനെ കെട്ടുകഴിഞ്ഞ് 5-ാം നാൾ തിരിച്ചു വന്നാൽ അതിൻ്റെ നാണക്കേട് ഞങ്ങൾക്കാ. തൽക്കാലം എൻ്റെ ചേച്ചിയുടെ മോൻ രഘു ഇവളുടെ കഴുത്തിൽ താലി ചാർത്തട്ടെ. അവനും 2-ാം കെട്ടുകാരനാണല്ലോ. കൂസലേതുമില്ലാതെ സൗദാമിനി പറഞ്ഞപ്പോൾ അത്രയും നേരം അമ്മൂനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്ന അഞ്ജു ഞെട്ടലോടെ മുഖമുയർത്തി അവരെ നോക്കി. അത്രയും നേരത്തെ സങ്കടം മറന്നുകൊണ്ടവളെ ഭയം വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. രഘു എന്ന പേര് പോലും അവളിൽ വല്ലാത്തൊരു നടുക്കം സൃഷ്ടിച്ചതിൻ്റെ ഫലമായി അവളുടെ ശരീരം വിറകൊണ്ടപ്പോൾ അവളെ കൂടുതൽ അടക്കി പിടിച്ചുകൊണ്ട് അമ്മു എന്തോ പറയാനായി വന്നതും അവൾ ഇവിടെ നിന്ന് തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല. ഈ സിദ് മഹേശ്വറിൻ്റെ ഭാര്യയായി അവൾ മംഗലത്ത് തറവാട്ടിൽ ഇനി ജീവിക്കും. അവിടമാകെ ഉയർന്നു കേട്ട ശബ്ദത്തിൽ എല്ലാവരുടെയും നോട്ടം ഒരുപോലെ വാതിൽക്കലേക്ക് നീങ്ങിയപ്പോൾ കണ്ടു അമ്മുവിനോട് ചേർന്ന് നിൽക്കുന്നവളിൽ തന്നെ നോട്ടം പായിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നവനെ. തീക്ഷ്ണത നിറഞ്ഞ കണ്ണുകളും പിരിച്ചുവെച്ച മീശയും കുറച്ചധികം വളർന്നു കിടക്കുന്ന താടിയുമൊക്കെയായി ഒരൊറ്റയാൻ്റെ തലയെടുപ്പോടെ നടന്നു വരുന്നവനെ എല്ലാവരും പകപ്പോടെ നോക്കി നിന്നുപോയി. ആ സമയം അത്രയും നേരം അടുപ്പോടെ സൗദാമിനിക്കരികിൽ നിന്നിരുന്ന ശ്രുതിയുടെ കണ്ണും വല്ലാത്തൊരു ഭാവത്തിൽ അവനിലേക്ക് നീണ്ടിരുന്നു. ആരെയും ആകർഷിക്കും വിധത്തിലുള്ള അവൻ്റെ രൂപത്തിലും മുഖത്തെ ഗൗരവഭാവത്തിലും അവൾ കൊതിയോടെ നോക്കി നിന്നു. എന്നാൽ സിദ്ധു ആണെങ്കിൽ ആരെയും ശ്രദ്ധിക്കാതെ നേരെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലേക്കാണ് പോയി നിന്നത്. അച്ഛാ, അമ്മ, ഇവിടെ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു പ്രശ്നത്തിൽ തെറ്റ് മുഴുവൻ ഞങ്ങളുടെ ഭാഗത്താണ്. ഗൗരവത്തിൽ അവൻ പറഞ്ഞപ്പോൾ ഇരുവരുടെയും തല താഴ്ന്നു പോയി. എല്ലാം ഞങ്ങളുടെ തെറ്റാ മോനെ. എൻ്റെ വിനയൻ്റെ മോളെ സ്വന്തമായി ഞങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാനുള്ള കൊതി കൊണ്ട് ചെയ്തു പോയതാണ്. അതിൽ സ്വന്തം മകൻ തന്നെ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് കരുതിയില്ല. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ സുധാകരൻ മാഷ് പറഞ്ഞപ്പോൾ ജയന്തിയും കണ്ണീർ വാർത്തു. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് പറഞ്ഞ് നടന്നിട്ട് ഇനി കാര്യമില്ല അച്ഛാ. ഞാൻ എൻ്റെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു. നിലയ്ക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെങ്കിൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അവളെ ഞാൻ വിവാഹം കഴിക്കും. അമ്മു പിടിച്ച ബലത്തിൽ നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ വീണ്ടും ആവർത്തിച്ചതും എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അറിയാതെ അവൾ അങ്ങനെ നിന്നുപോയി. മുന്നിൽ നിൽക്കുന്നവനെ ഓരോ തവണ നോക്കുമ്പോഴും ഉള്ളിൽ ഉടലെടുക്കുന്ന വിറയലിൻ്റെ അർത്ഥം അറിയാതെ. സിദ്ധു, നീ വെറുതെ എന്നോടുള്ള വാശിയുടെ പുറത്ത് ഓരോ തീരുമാനം എടുക്കാൻ നിൽക്കേണ്ട. അഞ്ജുവിനെ ഇവർ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അതുവരെയും മിണ്ടാതെ നിന്നിരുന്ന ആദർശ് സിദ്ധുവിൻ്റെ അടുത്തേക്ക് വന്ന ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ എല്ലാവരും അവനെ വെറുപ്പോടെ നോക്കി. സിദ്ധു ഗൗരവത്തോടെയും. ആരോടെങ്കിലുമുള്ള ദേഷ്യത്തിലും വാശിയിലും അറിഞ്ഞുകൊണ്ടൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഇത് ആദർശല്ല, സിദ്ധു മഹേശ്വറാണ്. അവൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അതിൽ നിന്ന് തന്നെ വിളറി വെളുത്തുകൊണ്ട് നിൽക്കുന്ന ആദർശിനെ ഒന്ന് നോക്കിക്കൊണ്ടവൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. വിവിധ മന്ത്രോച്ചാരണങ്ങളോടെ പൂജാരി താലത്തിൽ നിന്നെടുത്തു തന്ന താലി കയ്യിലേന്തിക്കൊണ്ടവൻ മുന്നിൽ കൈകൂപ്പി തലകുനിച്ചുകൊണ്ട് നിൽക്കുന്നവളെ ഒന്ന് നോക്കി. ശേഷം അവളുടെ മുഖത്തു നിന്ന് മെഴി മാറ്റാതെ അവൻ ആ താലി 3 കെട്ടും കെട്ടി അവളിൽ അണിയിച്ചു. കൂടെ ഒരു നുള്ളു സിന്ദൂരവും. ശേഷം ഇരുവരും താമരപ്പൂ കൊണ്ടുള്ള മാല പരസ്പരം അണിയിച്ച ശേഷം പരസ്പരം ഒന്ന് നോക്കി. ആ സമയം ശിവനും പാർവതിയും എന്ന പോലുള്ള ചേർച്ചയോടെ ഒരുമിച്ച് നിൽക്കുന്ന അവരെ നോക്കി അടുത്ത കുടുംബങ്ങളിലൊക്കെ അവർക്ക് ചുറ്റും ഉണ്ടായിരുന്നു. സുധാകരൻ മാഷിൻ്റെയും ജയന്തിയുടെയും അമ്മുവിൻ്റെയും ഒക്കെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. എനിക്ക് സന്തോഷമായി ജയേ. നമ്മുടെ അഞ്ജുമോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൺമുന്നിൽ ഇനി എന്നും ഉണ്ടാകും. എനിക്കൊരുപാട് സന്തോഷമായടോ. സിദ്ധു ഒരിക്കലും അവളുടെ കണ്ണു നിറയാൻ അനുവദിക്കില്ലെന്ന് എനിക്കുറപ്പുണ്ട്. അടുത്തു നിൽക്കുന്ന ഭാര്യയോടാണ് അയാൾ അത് പറയുന്നത് എങ്കിലും കണ്ണുകൾ കുറച്ചപ്പുറത്തായി വല്ലാത്തൊരു ദേഷ്യത്തിൽ സിദ്ധുവിനെയും അഞ്ജുവിനെയും നോക്കി നിൽക്കുന്ന ആദർശിലും അവനടുത്തായി താല്പര്യമില്ലാതെ നിൽക്കുന്ന ഡയാനയിലുമായിരുന്നു. അയാളുടെ നോട്ടം കണ്ട് അമ്മുവും അവിടേക്ക് നോക്കിയെങ്കിലും വേഗം തന്നെ ദേഷ്യത്തിൽ അവരിൽ നിന്നും മുഖം തിരിച്ചിരുന്നു. അച്ഛനിനി ഒന്നുകൊണ്ടും പേടിക്കേണ്ടട്ടോ. അല്ലെങ്കിലും അഞ്ജുവേട്ടത്തേക്ക് ചേർച്ച എൻ്റെ സിദ്ധുവേട്ടൻ തന്നെയാ. അവരൊന്നിക്കാനുള്ള വഴി ഇതായിരിക്കുമെന്ന് മാത്രം. നിറഞ്ഞ സന്തോഷത്തോടെ അമ്മുവും പറഞ്ഞപ്പോൾ അയാൾ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു.